കേരളത്തിൽ ഈ പ്രളയം സമാനമാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആശങ്കയേറ്റുന്ന ഒരു നിലപാട് തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. പ്രത്യേകിച്ച് ഇന്നലെയായിരുന്നു വിജയ് സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. ആ ബജറ്റ് അവതരണത്തിൽ ആയിരുന്നു മുല്ലപ്പെരിയാറിലെ സംഭരണശേഷി ഉയർത്തും എന്ന് പറഞ്ഞു വെച്ചത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടുമായി മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചയ്ക്ക് ശ്രമിക്കും എന്നാണ് ജലവിഭവ മന്ത്രി മോൻസ് ജോസഫിന്റെ പ്രതികരണം. ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം ദൗർഭാഗ്യകരമാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് 142 അടി നിലനിർത്തുന്നത്. ഇതിൽ മാറ്റം വരുത്താൻ കേരളത്തിനോ തമിഴ്നാടിനോ അധികാരമില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് സർക്കാരുമായി ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടിയുള്ള കൂടിയാലോചനകൾക്ക് കേരള സർക്കാർ ശ്രമം നടത്തുന്നതാണ്. അത് തമിഴ്നാട് എങ്ങനെ അതിനോട് നിലപാടെടുക്കുമെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടി തമിഴ്നാട് സർക്കാരുമായി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച് കേരളം പരിശോധിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഇക്കാര്യങ്ങളിൽ കേരളത്തിന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഉറച്ച നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കും. ഇന്നലെ തമിഴ്നാടിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്ന ശേഷം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ പ്രശ്നം സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള അടിയന്തര യോഗം ചേർന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുന്നതിനും കേരള ജനതയ്ക്ക് സുരക്ഷ ഏർപ്പെടുത്താനും കഴിയുന്ന വിധത്തിൽ മുല്ലപ്പെരിയാർ പ്രശ്നം അഭിപ്രായ സമന്വയത്തോടെ പരിഹരിക്കണം. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ വ്യക്തമായ. ഇപ്പോൾ ശ്രീജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കാവേരി നദീജല തർക്കം ഉൾപ്പെടെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു ജലബോംബ് പോലെയാണ് മുല്ലപ്പെരിയാർ എന്ന് നേരത്തെ പലരും വിലയിരുത്തുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴിതാ ഈ പ്രളയകാലത്ത് പോലും നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. അപ്പോൾ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കേരളത്തിന്റെ ഒരു ഭൂപ്രദേശത്തെ പോലും ഭൂപടത്തിൽ നിന്നില്ലാതെയാക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോഴാണ് അവിടുത്തെ സംഭരണശേഷി ഉയർത്തും എന്ന് തമിഴ്നാട് പറയുന്നത്. ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കേരളം എന്ത് നീക്കം നടത്തും എന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നത്. തമിഴ്നാടുമായ ഒരു അഭിപ്രായ സമന്വയത്തിനുള്ള ശ്രമം നടത്തുമെന്നത് മാത്രമാണ് അഭിലാഷ് ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് വ്യക്തമാക്കുന്നത്. ഇത് കാലങ്ങളായുള്ള കേരളത്തിന്റെ നിലപാടാണ്. ഇപ്പൊ പുതിയ കേരളവും തമിഴ്നാടും വീണ്ടും അവരവരുടെ നിലപാടുകളിലേക്ക് എത്തുന്നു. ഈ ജലനിരപ്പ് ഉയർത്തുക എന്നുള്ളതാണ് കാലങ്ങളായുള്ള തമിഴ്നാടിന്റെ ആവശ്യം. അത് അവർ ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. കഴിഞ്ഞ സ്റ്റാലിൻ സർക്കാരിന്റെ സമയത്ത് പിണറായി വിജയനുമായിട്ടുള്ള വലിയ ബന്ധത്തിന്റെയൊക്കെ പേരിൽ അതിന് സമന്വയം ഉണ്ടാക്കും എന്നൊക്കെയുള്ള ഇടയ്ക്ക് അത്തരം ചില നീക്കങ്ങളും ശ്രമങ്ങളും ഒക്കെ നടന്നിരുന്നതാണ്. പക്ഷേ തമിഴ്നാടിന്റെ ആവശ്യവും കേരളത്തിന്റെ ആവശ്യവും ഫലത്തിൽ നടന്നില്ല എന്നുള്ളതാണ്. പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യത്തിന് കഴിഞ്ഞ സർക്കാരൊക്കെ ബജറ്റിൽ പോലും ഒരു ടോക്കൺ തുക പോലെയൊക്കെ വെക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അതും മുന്നോട്ട് പോയില്ല. ഫലത്തിൽ തമിഴ്നാട് അങ്ങനെ ഒരു പ്രഖ്യാപിക്കുന്നു. കേരളം ഇപ്പുറത്ത് അത് സമന്വയത്തിലേക്ക് പോകുമെന്നൊരു നിലപാടെടുക്കുന്നു. അതാണ് ഇതിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും സർക്കാരുകൾ ഇരു സംസ്ഥാനത്തും മാറി മാറി വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ രമ്യമായി ഇത് പരിഹരിക്കുക എന്നതേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ ആളുകൾക്കിടയിലൊക്കെ വലിയ തോതിലുള്ള ഭിന്നത രൂപപ്പെടുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ടത് അനിവാര്യതയായി മാറുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.